ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 15 പുരുഷോത്തമയോഗം. ശ്ലോകം 15. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. വിവർത്തനം. സർവജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണുളവാകുന്നത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ. വേദാന്തമുണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. ഭാവാർത്ഥം: ഭഗവാൻ പരമാത്മരൂപേണ സർവഹൃദയങ്ങളിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാ കർമ്മങ്ങളും അദ്ദേഹത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. തൻ്റെ മുൻജന്മ സംഭവങ്ങളെ ജീവാത്മാവ് മറന്നുപോകുന്നു. എങ്കിലും മുൻ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരുന്ന ഭഗവാൻ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് വേണം ജീവാത്മാവ് പ്രവർത്തിക്കാൻ. തന്മൂലം മുൻജന്മ കർമ്മങ്ങൾക്ക് അനുസരിച്ചാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. സ്മരണയും വേണ്ടുന്നത്ര അറിവും നൽകപ്പെട്ടിട്ടും കഴിഞ്ഞ ജന്മങ്ങളെപ്പറ്റി ജീവൻ മറന്നുപോവുകയാണ്. പരമപുരുഷൻ സർവവ്യാപി മാത്രമല്ല, ഓരോ വ്യക്തിഹൃദയത്തിലും സ്ഥിതി ചെയ്യുന്നവനുമാണ്. വിവിധ ഫലോദിഷ്ട കർമ്മങ്ങൾക്ക് ഭഗവാൻ ഫലം നൽകുന്നു. വ്യക്തിശൂന്യ ബ്രഹ്മമെന്ന നിലയിലോ പരമപുരുഷനായോ ഹൃദയസ്ഥനായ പരമാത്മാവെന്ന നിലയിലോ മാത്രമല്ല, വേദാവതാരമൂർത്തിയായും ഭഗവാൻ ആരാധിക്കപ്പെടുന്നു. മനുഷ്യർക്ക് വേണ്ടും വിധം ജീവിതം നയിച്ച് സ്വഭവനമായ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്താനുതകുന്ന നിർദ്ദേശങ്ങൾ വേദങ്ങളാണ് നൽകുന്നത്. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ പറ്റിയുള്ള അറിവ് നമുക്ക് വേദങ്ങളിലൂടെ ഉണ്ടാകുന്നു. വ്യാസദേവനായി അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് വേദാന്ത സൂത്രം രചിച്ചത്. ഭാഗവതത്തിൽ ചേർത്തിട്ടുള്ളതും വ്യാസകൃതവുമായ വേദാന്ത സൂത്രഭാഷ്യം ആ കൃതിയെപ്പറ്റി ശരിയായ അറിവ് നൽകുന്നു. ബദ്ധനായ ജീവാത്മാവിൻ്റെ വിമോചനത്തിനു വേണ്ടി ഭക്ഷ്യ വിഭവങ്ങൾ സൃഷ്ടിക്കുകയും അവയെ ഉദരാഗ്നിയിൽ ദഹിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കർമ്മങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുന്നു. വേദസ്വരൂപിയായും ഗീതോപദേഷ്ടാവായ ശ്രീകൃഷ്ണ ഭഗവാനായും ജ്ഞാനപ്രദാനം തുടർന്നു പോരുന്നു. അത്രയും പരിപൂർണനാണ് ഭഗവാൻ. ബദ്ധനായ ജീവാത്മാവിന് പരമാരാധ്യൻ തന്നെ, സർവശ്രേഷ്ഠനും കരുണാശാലിയുമായ ആ പരമപുരുഷൻ. അന്തഃപ്രവിഷ്ട ശാസ്താ ജനാനാം. ദേഹം ത്യജിക്കുമ്പോൾ ജീവന് വിസ്മൃതി ഉണ്ടാകുന്നു. എങ്കിലും ഭഗവത് നിയോഗത്താൽ കഴിഞ്ഞ ജന്മം ചെയ്തു നിർത്തിയ ഘട്ടത്തിൽ നിന്നു തന്നെ ജീവന് തൻ്റെ പുതിയ പ്രവർത്തനങ്ങൾ തുടരാനാകും. അതിനെക്കുറിച്ച് ജീവൻ മറന്നുപോയാലും അത് മനസ്സിലാക്കുന്നതിനാവശ്യമുള്ള ബുദ്ധിവൈഭവം ഭഗവാൻ നൽകുന്നു. ഹൃദയസ്ഥനായ പരമാത്മാവിൻ്റെ നിയോഗമനുസരിച്ച് ഈ ലോകത്തിൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കുക മാത്രമല്ല ജീവൻ ചെയ്യുന്നത്. ഭഗവാനിൽ നിന്നു തന്നെ വേദവിജ്ഞാനം നേടാനുള്ള അവസരവും അയാൾക്ക് കിട്ടുന്നുണ്ട്. വൈദിക ജ്ഞാനത്തിൽ താൽപ്പര്യമുള്ള ഒരാത്മാവിന് അതിനു വേണ്ടുന്ന ദിഷണാശക്തി കൃഷ്ണൻ നൽകുന്നു. എന്തിനാണ് ഭഗവാൻ അറിവിനു വേണ്ടി വൈദിക ജ്ഞാനത്തെ വെളിപ്പെടുത്തിയത്? ഓരോ ജീവാത്മാവിൻ്റെയും ആവശ്യമാണ് കൃഷ്ണനെക്കുറിച്ചുള്ള അറിവ് എന്നതാണ് കാരണം. വൈദിക സാഹിത്യം ഇതിനെ സ്ഥിരീകരിക്കുന്നു. യോസൗ സർവൈർവേദൈഗീയതേ. 4 വേദങ്ങളും വേദാന്ത സൂത്രവും ഉപനിഷത്തുകളും പുരാണങ്ങളും ഉൾപ്പെട്ട വൈദിക സാഹിത്യത്തിൽ ഭഗവത് മഹിമകൾ കീർത്തിക്കപ്പെടുന്നു. വേദോക്ത കർമാനുഷ്ഠാനങ്ങളും വൈദിക തത്വചിന്തയും ഭക്തിയുക്തമായ ഭഗവത് സേവനവും എത്തിക്കുന്നത് കൃഷ്ണനിൽ തന്നെ. അതുകൊണ്ട് വേദങ്ങളുടെ ഉദ്ദേശ്യം കൃഷ്ണനെ മനസ്സിലാക്കുക എന്നതാണ്. കൃഷ്ണനെ അറിയാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഭഗവത് സാക്ഷാത്കാരത്തിനുതകുന്ന പ്രക്രിയകളും വേദങ്ങളിലുണ്ട്. പരമമായ പ്രാപ്യസ്ഥാനമാണ് പരമദിവ്യോത്തമ പുരുഷൻ. തത്തു സമന്വയാത് എന്ന് വേദാന്ത സൂത്രം 1.1.4 ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. പരിപൂർണതയിലേക്കുള്ള പടവുകൾ 3 വൈദിക സാഹിത്യം പഠിച്ച് പരമപുരുഷനും താനുമായുള്ള ബന്ധമെന്തെന്നറിയുക. അടുത്തതായി വിവിധ പ്രക്രിയകളിലൂടെ ഭഗവാനോടടുക്കുക. അവസാനമായി പരമപുരുഷനാകുന്ന ആത്യന്തിക ലക്ഷ്യത്തെ പ്രാപിക്കുക. വേദങ്ങളുടെ ഉദ്ദേശ്യം
വേദജ്ഞാനം, വേദങ്ങളുടെ പരമലക്ഷ്യം എന്നിവ ഈ ശ്ലോകത്തിൽ വ്യക്തമായി നിർവചിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.